നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിരുചി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ഗ്രീൻ മുറുക്കിൻ്റേതാണ്. ഞാൻ ഇതിന് മുന്നേ തന്നെ 2 മുറുക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് അരി മുറുക്കും പിന്നെ ഒന്ന് ബീറ്റ്റൂട്ട് മുറുക്കുമായിരുന്നു. ഇത് അതുപോലെ തന്നെ ഗ്രീൻ കളറുള്ള ഗ്രീൻ മുറുക്കാണ് ചെയ്യുന്നത്. ഇതിന് മറ്റുള്ള മുറുക്കുമായിട്ട് ഇൻഗ്രീഡിയൻസിന് വലിയ മാറ്റമൊന്നുമില്ല. ഇതിന് കളറിന് വേണ്ടി ഞാനിവിടെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് മാറ്റമായിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്കൊന്ന് കാണാം. ആദ്യം തന്നെ മുറുക്ക് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ഒരു പേസ്റ്റാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടത് 1 കപ്പ് മല്ലിയില, അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക്. ഇത് രണ്ടും കൂടി വേണം നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാൻ. അത് ചേർത്തിട്ട് വേണം ഈ മുറുക്കൊന്ന് കുഴച്ചെടുക്കാൻ. അങ്ങനെ ഞാൻ എടുത്തിട്ടുള്ള പേസ്റ്റാണിത്. മല്ലിയിലയും പച്ചമുളകും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് പേസ്റ്റാക്കി എടുത്തതാണ്. ഇനി നമുക്ക് ഈ മുറുക്കൊന്ന് കുഴച്ചെടുക്കാം. അതിന് ആദ്യം തന്നെ 1 കപ്പ് അരിപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് കടലമാവ്, അതിൻ്റെ കൂടെ തന്നെ പിന്നെ നമ്മൾ സാധാരണ മുറുക്കിന് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ ഇതിലേക്കും വേണം. ജീരകം, എള്ള്, കായം, ഉപ്പ്, ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഇത് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് കൂടി ചേർത്തതിന് ശേഷം വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. ഇതിന് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ഇത് കുഴച്ചെടുക്കാൻ പറ്റും. പിന്നെ ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിയില ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ പാലക്കും അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ ചില്ലിയും കൂടി ചേർത്ത് പേസ്റ്റാക്കി ഇത് കുഴച്ചെടുത്താലും ഇതേ കളറിൽ തന്നെ കിട്ടും. പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് മല്ലിയില ചേർത്ത് മുറുക്കുണ്ടാക്കുമ്പോൾ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ അച്ചിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ചുറ്റിച്ചെടുക്കുക. മുറിഞ്ഞ് വീഴാതെ ഒറ്റ ലൈനായി കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളത്തിൻ്റെ പാകം ശരിയായിട്ടുണ്ട്. പിന്നെ ഇത് മുറുക്കിൻ്റെ ഷേപ്പിലേക്ക് ഒരു പ്ലേറ്റിലേക്കൊന്ന് ചുറ്റിച്ച് വെച്ചതിന് ശേഷം എണ്ണയിലേക്ക് കോരിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രമേ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ 2 ഭാഗവും നന്നായി ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി അടച്ചു വെച്ചാൽ ഒരുപാട് ദിവസത്തേക്ക് ഇത് കേടുകൂടാതെ ഇരിക്കും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.